ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി അറബിക് ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഡെസേർട്ടാണ് ഇത് മറ്റു പുഡിങ്ങുകളെ പോലെ അധികം ടൈം സെറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു ജ്യൂസി കൺസിസ്റ്റൻസിയാണ്, അതുകൊണ്ട് അധികം നേരം സെറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് അറബിക് മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടേ. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് മാങ്ങയാണ് എടുത്തത്. ഇതിൽ നിന്ന് കുറച്ച് മാങ്ങാ കഷ്ണങ്ങൾ നമുക്ക് മാറ്റി വെക്കണം. കുറച്ച് മതി, നമുക്കൊന്ന് പുഡിംഗ് സെറ്റ് ചെയ്യുമ്പം ഇടാൻ വേണ്ടിയിട്ടാണേ. ഇത്രയേ വേണ്ടൂ കേട്ടോ. ഇനി ബാക്കി മാങ്ങ കൊണ്ട് നമുക്ക് മാംഗോ പ്യൂരി ഉണ്ടാക്കണം. അതിനായിട്ട് ഈ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഈ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ഗ്രൈൻഡ് ചെയ്യണേ. ഞാനിത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കുന്നില്ല, ഒരു 90% പേസ്റ്റ് ആക്കുന്നുള്ളൂ. കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടായിക്കോട്ടെ. അതിൽ കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് തിന്നുമ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം നമുക്ക്. ഈ ബൗളിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഇടുന്നത്. ഇനി നമ്മളെടുത്തുള്ള മിൽക്കിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് എടുത്തിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി ഒരു സോസ് പാൻ എടുക്കാം. അതിലോട്ടേക്ക് നമുക്ക് നേരത്തെ ബാക്കിയുള്ള മിൽക്ക് കംപ്ലീറ്റ് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് പകുതി ചൂടായാലും നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത കസ്റ്റേർഡ് മിക്സ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ, അല്ലെ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അതുകൊണ്ടാണേ. ഇനി ഇതിലോട്ടൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം ബോയിലായിട്ട് നല്ലപോലെ തിക്കായിട്ട് വരുന്നുണ്ട്. ഓവർ തിക്കാവേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം തിക്ക് മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് പകുതി തണുക്കുമ്പോൾ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ച മാംഗോ പ്യൂരിയില്ലേ, അത് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മാംഗോ പ്യൂരിയിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെക്കണം. അത് വെച്ചിട്ട് ബാക്കി കംപ്ലീറ്റ് ഇതിലോട്ടേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ മാംഗോ പ്യൂരി നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ കാണുന്നത്. പക്ഷേ ഈ കഷ്ണങ്ങൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ മിക്സ്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇനി കട്ട് ചെയ്ത ബ്രെഡിനെ പുഡിംഗ് ട്രേയിലോട്ടേക്ക് വെച്ച് കൊടുക്കാം നമുക്ക്. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മാംഗോ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് നല്ലപോലെ കോട്ട് ചെയ്യുന്ന ടൈപ്പിൽ ഒഴിക്കണേ, കാരണം ഈ ബ്രെഡും ഈ മിക്സും നല്ലപോലെ അലിഞ്ഞിട്ട് വേണം നമുക്ക് കിട്ടാൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഇനി നമുക്ക് ഈ സെക്കൻഡ് ലെയർ പ്രിപ്പയർ ചെയ്യണം. ആ ടൈം ഇതിനെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഫ്രിഡ്ജിൻ്റെ അടിയിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ലേ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ ഒരു 2 ടേബിൾ സ്പൂൺ മാംഗോ പ്യൂരി മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ, അതും ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തണേ. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത ഫസ്റ്റ് ലെയർ ഇവിടെ എടുത്ത് വയ്ക്കാം. ഞാൻ 2 കുഞ്ഞ് ബൗളിലും കൂടി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വലിയ ബൗളിൽ സെറ്റ് ചെയ്ത പോലെ തന്നെ ചെറിയ ബൗളിൽ സെറ്റ് ചെയ്യുക. അതിൽ കുഞ്ഞ് പീസ് ബ്രെഡ് വെക്കണമെന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മാങ്ങാ കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഒരു മിക്സ് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമ്മൾ സെറ്റ് ചെയ്ത കുഞ്ഞ് ബൗളും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ മാംഗോ പ്യൂരി കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് ഓപ്ഷനിലാണേ, നിങ്ങൾക്ക് വേണേൽ ചെയ്താൽ മതി കേട്ടോ. ഒരു പൈപ്പിംഗ് ബാഗിൽ മാംഗോ പ്യൂരി ഒഴിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി ഇതിന് ക്ലിംഗ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണേ. ഫ്രിഡ്ജിൻ്റെ അടിയിലാണേ വെക്കേണ്ടത്. ഇത് ഞാനൊരു 3 മണിക്കൂറിന് ശേഷം ഓപ്പൺ ആക്കുന്നതാണേ. ഇത് നമ്മുടെ നോർമൽ പുഡിങ് പോലെയല്ല കേട്ടോ. നോർമൽ പുഡിങ് നല്ലപോലെ സെറ്റായി കിട്ടുമല്ലോ, പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതൊരു ജ്യൂസി കൺസിസ്റ്റൻസിയാണേ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ മാംഗോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. ചാനൽ ഇഷ്ടമായാലൊന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.